ഇതെന്തത് സ്മോൾ അടിക്കാൻ ലൈസൻസ് വേണോ? വേണ്ട. വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് സിഗരറ്റ് അടിക്കാൻ ലൈസൻസ് വേണോ? വേണ്ട. പക്ഷെ പൊതുസ്ഥലങ്ങളിൽ വലിക്കരുത്. ലൈസൻസ് ഉണ്ടോ? വലിക്കരുത്. അപ്പോ അകത്തേക്ക് വലിക്കാൻ പറ്റുമോ? വേറെ സ്ഥലത്ത് ഇവിടെ വലിക്കാൻ പറ്റുമോ? ചേട്ടൻ നിയമപരമായിട്ട് എനിക്കിപ്പോ ഇവിടെ സിഗരറ്റ് വലിക്കാൻ പറ്റുമോ ഇല്ലയോ? ഇല്ല. അതെന്താ ഇത് പബ്ലിക് പ്ലേസ് ആണോ? ഇതെവിടെ പൊതുസ്ഥലമാണ്? ഇതൊരു ഹോട്ടലിന്റെ ഇന്റീരിയർ റൂം. പക്ഷെ നമ്മൾ ഇത്ര ആൾക്കാരുണ്ടല്ലോ, ഇവിടെ സിഗരറ്റ് വലിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. ഞാൻ വലിക്കില്ല. വലിക്കാത്തവര് ചേട്ടൻ ക്യാമറയുടെ ചേട്ടൻ വലിക്കാത്ത ആൾക്കാരുണ്ടാവുമ്പോ വലിക്കരുത് എന്നല്ല നിയമം. ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ആൾക്കാരെ ബുദ്ധിമുട്ടാവണം. ഇപ്പൊ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണോ നിങ്ങൾ നിർത്തുവോ? നിങ്ങൾ ചോദ്യം ചോദിക്കണം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നിർത്തുവോ? ഇല്ല. ഇൻസ്റ്റഗ്രാമിൽ പ്രപ്പോസൽസ് വരാറുണ്ടോ? ഇഷ്ടം പോലെ. ഓക്കെ. അല്ല ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ബേസിലിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമ്മളിപ്പോ നമ്മുടെ കുറുക്കമൂലയിൽ ഒരു സൂപ്പർ ഹീറോ വന്നല്ലോ. അപ്പൊ അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രത്ത് സെക്രട്ടേറിയറ്റില് കുറച്ച് ഏലിയൻ അറ്റാക്ക് ഉണ്ടാവുക. ബേസിലായിട്ടാണ് ഡയറക്ട് ചെയ്യുന്നത്. ആരെ കാസ്റ്റ്? ഏലിയൻ ആയിട്ടോ? ഒരു 1-2 പേരെ കാസ്റ്റ് ചെയ്തത്. ആങ്കറിങ് ശരിക്കും പാടാണ്. നല്ല ബുദ്ധിമുട്ടല്ലേ? നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇംപ്രസ് ചെയ്യണം. യൂട്യൂബ് നോക്കണം, ഇൻസ്റ്റ നോക്കണം, ഇവരെ രാവിലെ സ്കൂളിൽ വിടണം. കുട്ടികളെ കൊണ്ട് സത്യം പറഞ്ഞാല് എല്ലാ കുട്ടികളെയും നമ്മൾ തന്നെ വേണ്ടെന്ന് നോക്കുക. എന്റെ കുട്ടികളെയും നോക്കണം, ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കണ കുട്ടികളെയും നോക്കണം. ഇതിലേതിലാണ് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാറ്? ഇവിടുന്ന് ഇവിടെ സമ്മർദ്ദമാണ് എനിക്ക് കുട്ടികളെ നോക്കാന്. അവിടുന്ന് ഓരോ സമ്മർദ്ദമാണ്, ഓരോ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒലിപ്പിക്കണ ആളൊന്നുമല്ല. നേരെ വാ നേരെ. അത് മലയാളം അടിപൊളി. എന്റെ കയ്യിൽ നിന്ന് പോയി ഇതെന്താ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് യാതൊരു പിടിയും. മനസ്സിലായത് ഞാൻ ആദ്യമേ പറയണമെന്നേ, പിന്നെ ഞാൻ വിചാരിച്ചു തീർന്നില്ല പരിപാടി നടക്കുന്നില്ല. ഇവനൊരു സ്റ്റെപ്പ് കളിച്ച എന്റെ നെഞ്ചത്താന്ന് പറഞ്ഞു. ഒരു സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് ഈ പടത്തില്. എന്റെ നെഞ്ചത്തേനും അത് കൊണ്ട് ഡാൻസിൽ എന്റെ കൈ ഒടിഞ്ഞ് അടപ്പേനും ശരിക്കും ചെറിയ തെറ്റ്. തട്ടിപ്പോയതാ? തട്ടിപ്പോയൊന്നുമില്ല. അല്ല 100ാമത്തെ പടമായിരിക്കും എന്റെ ലാസ്റ്റ് പടം. പിന്നെ പോ സത്യം. അതിപ്പോ തന്നെ ആവൂലോ? അതാ പറഞ്ഞ. അങ്ങനെയല്ല, ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ ഞാൻ പറയും. ടിക്കറ്റ് കൺഫേംഡ്. അയ്യോ QR കോഡ് ഞാൻ കാണിക്കില്ല. കാണിക്കാം, അതിപ്പോ തീരുവല്ലോ. ഇന്ന് നാളെ എപ്പിസോഡ് വരാം. കണ്ടില്ലേ നോക്ക് എത്ര ടിക്കറ്റാ? 2 ടിക്കറ്റ്, T9 T8. ഞാനും മക്കളെ കൊണ്ടുപോയി നീ നോക്കുവോ പിള്ളേരെ? എനിക്ക് നീ നോക്കോ? കോമൺ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ രീതിയിലുള്ള കൾച്ചറും റിലേഷൻസും ഒക്കെ. അത് കണ്ടേ മാറുള്ളൂ. ആദ്യം നമ്മള് മാറുമറയ്ക്കാതെ നടന്നു, പിന്നെ മറച്ചു നടന്നു, പിന്നെ കുറച്ച് കാണിച്ചു നടന്നു, അല്ലേ? അത് കണ്ടേ കൂടെയുള്ള ആൾക്കാർ, അതിനകത്ത് പടത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലേ, കൂടെയുള്ള ആൾക്കാർ വാഴ്ത്തിപ്പാടി. അപ്പൊ അതില് കരടവയായി പോയി. പക്ഷെ ഞാൻ അതിന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി. അങ്ങനത്തെ സീന് വരെ ആഡ് ചെയ്തു. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ സിനിമ തന്നെ. പെറ്റ് ഡിറ്റക്റ്റീവ് 500 കോടി ക്ലബിലേക്ക് കയറുന്നു. കഴിഞ്ഞു. അത് കോള് വരികയാണ്. നിങ്ങളുടെ അസിസ്റ്റൻസ് ഒക്കെ വിളിക്കണം. സർ 490 എത്തി, 500 ആയി, റൗണ്ട് ഓഫ് ചെയ്തോ. യു ഹാങ് അപ്പ് ദ കോൾ.
ഫസ്റ്റ് എന്ത് ചെയ്യും? വിനയ് ഫോണിനെ ബ്ലോക്ക് ചെയ്യും. ഞാൻ വിളിക്കുകയും ചെയ്തു അപ്പൊ തന്നെ. ചേട്ടൻ ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ട് അപ്രിസിയേഷൻ ഒക്കെ സൈലന്റ് അല്ല അത്. അതെ 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 സൈലന്റ് അല്ല സഭ. സൈലന്റ് ഒന്നല്ല സഭ കാര്യമുള്ള കാര്യത്തിന് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ ഇതുവരെ എന്റെ ഇന്റർവ്യൂവിൽ ഒരു കാര്യമില്ല. ഈ ടീമിന്റെ പടം അങ്ങനത്തെ ഒരു കോടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഈ സിനിമ ഹിറ്റ് ആവും. ഹിറ്റ് കാരണം ഇതൊരു കോമ്പിനേഷൻ ആണ്. ഗുരുവായൂരമ്പല നടയുടെയും മറ്റേ വാഴേന്റെ ഒരു കോമ്പിനേഷൻ ഇതിലുണ്ട്. ഗുരുവായൂരമ്പല നട ഞങ്ങളില്ലേ ഉണ്ട്, ആളുകളുണ്ട്, ആ ആളുണ്ട് അതിനുള്ള അപ്പൊ അത് രണ്ടും ഇത് ഹിറ്റ് ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഹിറ്റ് ആയില്ലെങ്കിൽ ഞങ്ങൾ ഫോൺ ചെയ്ത് പക്ഷെ വേറെ കാര്യം, നീ പ്രൊമോഷൻ ചെയ്തൊന്നും ഹിറ്റ് ആയില്ല. അത് സത്യം, അങ്ങനെ പ്രശ്നം അത് സത്യം. വാഴയില ഇത് ഗുരുവായൂർ ഒരു സാധനം കിടപ്പുണ്ട്, അതുകൊണ്ട് ഇത് ഹിറ്റാണ്. മറ്റേ പറ പടമൊന്നും വിജയിക്കില്ലല്ലോ, അത് വിജയിക്കില്ല, അതെനിക്കറിയാം. അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും ഗീവ് അവേ കൊടുത്തേ. ഉപകാരമുള്ള സാധനങ്ങളാണ് ഗീവ് അവേ കൊടുക്കുന്നത്. നിർബന്ധമാണ് കൊടുത്തേക്കാം. ഗീവ് അവേ. എൻ്റെ മോനെ ഗീവ് അവേ കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട, ഒന്ന് എടുത്തോണ്ട് പോകാവോ? എന്താ പറ്റി? യൂട്യൂബ് നോക്കിയൊരു ബുൾസൈ അടിച്ചതാ. അപ്പോൾ അത് പണിഞ്ഞ് മുട്ട പുറിജിയായി. ഒരുപാട് ആശിച്ച ഒരു ബുൾസൈ തന്നെ. എന്താ വിഷമമായോ? ഇതുപോലെ മോനെ ഞങ്ങൾ വളർത്തി വലിയൊരു ബുൾസൈ ആകുമെന്ന് വിചാരിച്ചു. പിന്നെ വളർന്നപ്പോഴായിരുന്നു ചീമൊട്ടയാണെന്ന്. പിന്നെ എന്തോ വിചാരിച്ച്? മത്തം കുത്തിക്കഴിഞ്ഞാൽ അതിനകത്തൊന്ന് അവക്കാടോ വരുമെന്ന് വിചാരിച്ചോ? പോയി കഴിഞ്ഞാൽ ആരോ ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങണം. രാത്രിയല്ല അവിടെ നൈറ്റ് ലൈഫ്, പകലല്ലല്ലോ. രാത്രിയാണ് അവിടെ നൈറ്റ് ലൈഫ്. അത് പറയാൻ തന്നെയാണ് എഴുതിയേക്കുന്നത്. ഈ ഒരു സ്റ്റേജിൽ, അതായത് നിങ്ങളുടെയൊക്കെ ഒരു നമ്മുടെ 10ാം ക്ലാസ് കഴിയുമ്പോൾ തൊട്ടുള്ള ഒരു സമയമുണ്ടല്ലോ, നമ്മൾ പ്രീ ഡിഗ്രിക്ക് ഏത് ഗ്രൂപ്പ് എടുക്കുന്നു എന്നുള്ളൊരു ചിന്ത, അത് കഴിഞ്ഞ് നമ്മൾ എന്താവും എന്നുള്ള അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ഈ നമ്മളെല്ലാരും കലാകാരന്മാരാണ്, ഈ കല ഒരു ചോയ്സ് ആയിട്ട് നമുക്ക് ഒരു കാലത്തും ഉണ്ടാവാത്തൊരു ഒരു ടെൻഷൻ ഇല്ലായിരുന്നു, കാരണം ഞാൻ 10ൽ ജയിച്ചില്ല. എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഇനി നല്ല കൗണ്ടറുകൾ ഉണ്ടാവട്ടെ. പുതിയ പിക്കപ്പ് ലൈന് ഞാൻ വേണ്ട, ഇങ്ങനെ പിക്കപ്പ് ലൈൻ പറഞ്ഞ് പെൺപിള്ളേരെ പരിവേശിക്കുന്നു. എന്താടാ? സോ ആദ്യത്തത് നമ്മുടെ സ്റ്റേറ്റിലെ ബേർഡ്, ദേശീയമല്ലോ, സംസ്ഥാന പക്ഷി. ഓപ്ഷൻസ് ഉണ്ട്: കാക്ക, കൊക്ക്, മലമുഴക്കി, വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പൽ ആരാണ്? വേർഡാണ്, അതൊരു പക്ഷിയുടെ പേരാണ്. ഗസ് ചെയ്യാം. ഒരു പക്ഷിയാണോ ഇത്? മലമുഴക്കി. അപ്പൊ ഇത് തന്നെ കാക്കക്കൊക്കല്ല. കാക്കക്കൊക്കല്ല അല്ല, അതെനിക്കറിയാം. ബിക്കോസ് കാക്ക ആകത്തില്ല. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ ആയിരിക്കും. ഏത്? വേലായുധൻ. സെക്സി ആന്റി ആയിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇറങ്ങിയത്. സർ കോസ്റ്റ്യൂം എവിടെ? ഇതാ സാരി, ബ്ലൗസ് ഒക്കെ ഇട്ട്, ബ്ലൗസ് പാവാട ജീവിതത്തിൽ ഇട്ടിട്ടില്ല ഞാൻ. ബ്ലൗസ് അന്നാണ് ആദ്യമായിട്ട് ഇട്ടേ. പിന്നെ അല്ലാണ്ട് എങ്ങനെ ഞാൻ വീട്ടിൽ ബ്ലൗസ് ഇട്ട് നടക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ നേർച്ച നേരം ചേച്ചിയുടെ പ്രശ്നങ്ങൾ പള്ളിയില്. ഏത് പള്ളിയില? ചേരമൻ. ആ പള്ളി വിലക്ക് വാങ്ങാനാ?